അതായത് ഇപ്പോൾ ഇനി ഒരുപാട് പേരും ഇപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അതായത് ഒരു നല്ല നിലയിലെത്താനിലേക്ക് ഒരു പാട്ടിൻ്റെ ഒരു രീതിയിൽ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളത്, കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എവിടെയെങ്കിലും എത്തും. ലക്ഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വിടരുത്. നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കുക. കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും, കുറച്ചല്ല നല്ല കഷ്ടപ്പാടുണ്ടാവും, ഒക്കെ തരണം ചെയ്ത് വരാം. വിജയിക്കും, ഉറപ്പാണ്. ക്യാമറ ഒക്കെ നിങ്ങൾ ജയിക്കും, നോക്കിക്കോ. കഷ്ടപ്പെട്ടാണെങ്കിൽ രക്ഷപ്പെടും. നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ടായിരിക്കുമല്ലോ വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ. ഇപ്പോൾ പാട്ട് പാടാനായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡയറക്ടേഴ്സിൻ്റെ കൂടെ. അങ്ങനെ ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള സോൺ ഏതാ? അല്ലെങ്കിൽ ഏതൊരു ടീം, ഒരു ക്രൂവിൻ്റെ കൂടെ ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ക്രൂ? ഞാനങ്ങനെ ക്രൂവിൻ്റെ കൂടെ ഒന്നും വർക്ക് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന രണ്ട് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് ARK എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിസ്റ്റും പിന്നെ ആബ്രോ. ഞങ്ങൾ അവർ രണ്ടാൾ തന്നെയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് രണ്ടാളും. ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. പിന്നെ നോ പ്രോബ്സ്. ഇപ്പോൾ ഫാൻസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളൊരു പാട്ട്? ഞാൻ എൻ്റെ ഇറങ്ങാൻ പോണ പാട്ടിൻ്റെ ഒരു ഗ്ലിംസ് പാടാം. ഞാൻ അതന്നെ പാടിത്തരാം. അത് 100 എന്ന് പറഞ്ഞിട്ട് ട്രാക്ക് ഉണ്ട്. അതിൻ്റെ ഒരു ചെറിയ നൂറല്ലേ നൂറല്ലേ ചാരല്ലേ ചാരല്ലേ തേനല്ലേ തേനല്ലേ അത്തറു പൂശിനി ചാരല്ലേ. ഇതാണ് അടുത്ത് ഇറങ്ങാൻ പോണ പാട്ട് 100. കുറച്ചൊരു ഡിഫറെൻറ്റ് പരിപാടിയാണ്. എങ്ങനെയാണെങ്കിലും ഭയങ്കര ഫൺ ട്രാക്കാണ്.